മർത്ത ആൻഡ് മേരി പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനേകായിരം കുടുംബങ്ങളെ നിത്യദാരിദ്ര്യത്തിലേക്കും തീരാത്ത ദുഃഖത്തിലേക്കും തോരാത്ത കണ്ണുനീരിലേക്കും അക്രമത്തിലേക്കും കൊലപാതകത്തിലേക്കും നയിക്കുന്ന സാമൂഹിക തിന്മയായിട്ട് മദ്യപാനവും ലഹരി വസ്തുക്കളുടെ ഉപയോഗവും മാറുമ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെയും കുടുംബങ്ങളെയും അതിൽ നിന്നും സ്വതന്ത്രരാക്കി രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ആരംഭിച്ച മദ്യപാന രോഗ ചികിത്സാ കേന്ദ്രം സാന്ത്വന മദ്യപാന രോഗ ചികിത്സാ കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ സിസ്റ്റർ എൽസീന ജോണാണ് ഇന്ന് നമ്മോടൊപ്പം ഈ പരിപാടിയിൽ എത്തിയിരിക്കുന്നത്. കട്ടിപ്പാറ സാന്ത്വന മദ്യപാന രോഗ ചികിത്സാ കേന്ദ്രത്തിൻ്റെ സ്ഥാപകയും ഡയറക്ടറുമായ തിരുഹൃദയ സന്യാസിനി സിസ്റ്റർ എൽസീന ജോണിനെയാണ് മർത്ത ആൻഡ് മേരിയുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നാം പരിചയപ്പെട്ടത്. താമരശ്ശേരിക്കടുത്ത് കുപ്പായത്തോട് മൂലയിൽ കുടുംബത്തിൽ 10 മക്കളിൽ ഏറ്റവും ഇളയവളായി ജനനം. വീട്ടുകാരുടെ ദുർബലമായ എതിർപ്പുകളെ ചെറുത്തു തോൽപ്പിച്ച് സന്യാസ ജീവിതം തിരഞ്ഞെടുത്ത ഈ സഹോദരി സാമൂഹ്യ സേവന രംഗങ്ങളിൽ ആകൃഷ്ടയായി. തിരുഹൃദയ സന്യാസിനി സഭയുടെ പ്രത്യേക നിയോഗപ്രകാരം കട്ടിപ്പാറയിൽ മദ്യത്തിനടിമകളായവരെ മോചിപ്പിക്കുന്നതിന് സാന്ത്വന മദ്യപാന രോഗ ചികിത്സാ കേന്ദ്രം ആരംഭിച്ചു. ആരംഭകാലത്ത് പലവിധ ക്ലേശങ്ങളിലൂടെ കടന്നുപോയെങ്കിലും സാന്ത്വന ഡി അഡിക്ഷൻ സെന്റർ ഇന്ന് അനേകർക്ക് ഒരു പുനർജനിയായി മാറുകയാണ്. കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ ആയിരക്കണക്കിന് മദ്യപാനികളാണ് സാന്ത്വനയുടെ സഹായത്തോടെ മദ്യാസക്തിയെ വിട്ടുപേക്ഷിച്ച് സമാധാന ജീവിതത്തിലേക്ക് കടന്നുവന്നത്. ഒരു വ്യക്തി ചികിത്സയ്ക്കായിട്ട് ആദ്യമേ കടന്നു പോകുമ്പോൾ പ്രധാനമായിട്ടും ആ ചികിത്സാലയത്തിലെ ഫെസിലിറ്റീസിനെ കുറിച്ചായിരിക്കും ചോദിക്കുക. ഇവിടെ പ്രധാനമായിട്ടും മദ്യപാനികൾക്ക് ചികിത്സ നടത്തുമ്പോൾ കൊടുക്കുന്ന ഫെസിലിറ്റീസും ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മറ്റ് സ്റ്റാഫംഗങ്ങൾ അവരെത്ര പേര്, അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഇവിടെ ഞങ്ങൾ ആദ്യഘട്ടത്തിൽ 4-5 പേര് മാത്രമേ സ്റ്റാഫ് അംഗങ്ങൾ ഉണ്ടായിരുന്നിട്ടുള്ളൂ. എന്നാൽ ആ ഘട്ടത്തിലൊക്കെ 15-20 രോഗികളൊക്കെ ചികിത്സയ്ക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ 9 വർഷമായി നിൽക്കുന്നു, 9 വർഷത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് 15 സ്റ്റാഫാണുള്ളത്. അതായത് ഒരു മെഡിക്കൽ ഓഫീസറുണ്ട്, പാർട്ട് ടൈമാണ്, പിന്നെ പ്രോജക്റ്റ് ഡയറക്ടർ, കോർഡിനേറ്റർ, കൗൺസിലേഴ്സ്, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ, സ്റ്റാഫ് നേഴ്സ്, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ, ഇത്രയും പേരടങ്ങുന്ന ഒരു കുടുംബമാണ്. സത്യത്തിൽ പറഞ്ഞാൽ ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൻ്റെ ഉയർച്ച എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്റ്റാഫ് അംഗങ്ങളുടെ ഒരുമിച്ചുള്ള ഒരുമ, ആ ടീം സ്പിരിറ്റാണ്. ഒരു പ്രശ്നം വരുമ്പോൾ പേഷ്യൻസിൻ്റെ അടുത്തൊക്കെ ചില ദിവസങ്ങളിലൊക്കെ ഉറങ്ങാതെ കാവലിരിക്കേണ്ട ദിവസങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങളുടെ സ്റ്റാഫ് അംഗങ്ങൾ തമ്മിലുള്ള ആ ടീം സ്പിരിറ്റാണ് ഞങ്ങളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുവാനും മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു പ്രചോദനം തരുന്നത്. അത് തന്നെയാണ് അവിടെ വരുന്ന സ്റ്റാഫ് അംഗങ്ങൾക്കും അവിടെ തന്നെ ജോലി ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം കിട്ടും. ആദ്യമൊക്കെ 2 അംഗങ്ങളിൽ നിന്ന് ആരംഭിച്ച ആ സ്ഥാപനം ഇന്ന് 54-55 രോഗികൾക്ക് വരെ കിടക്കുവാനുള്ള ഒരു കെട്ടിടമാക്കി, ഒരു സ്ഥാപനമാക്കി മാറ്റുവാൻ സാധിച്ചു. 55 കിടക്കകളുണ്ട്. ഒപ്പം തന്നെ അവർക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും നേരത്തേക്കാൾ വ്യത്യസ്തമായിട്ട് അനുയോജ്യമായ രീതിയിൽ എല്ലാം ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇത്രയും വ്യക്തികളെ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ ഒരു സ്ഥാപനത്തിന് അതിൻ്റേതായിട്ടുള്ള ചികിത്സാ രീതികളുമുണ്ട്, ടൈം ടേബിളുമുണ്ട്. ആ ഒരു ടൈം ടേബിളിനെ സിസ്റ്ററിന് ഒന്ന് പറഞ്ഞു തരാനായിട്ട് പറ്റും? അവർ വരുന്ന 2-3 ദിവസത്തേക്ക് വലിയ ലെവലൊന്നും ഉണ്ടാകത്തില്ല. അതിനുശേഷം അവരെല്ലാ കാര്യത്തിലും നന്നായി സഹകരിക്കും. ഏത് മതസ്ഥരാണെങ്കിലും രാവിലെ 6 മണിക്ക് അവർക്ക് ബെഡ് കോഫിയുണ്ട്. ശേഷം 7 മണി തൊട്ട് 8 മണി വരെ അവർക്ക് പ്രെയറുണ്ട്. 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, 8:30 മെഡിസിൻ, 9:30 പിന്നെ TV കാണാനുള്ള സമയമാണ് അവർക്ക്. അല്ലെങ്കിൽ വായിക്കും. അങ്ങനെ അവരുടേതായ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചെയ്യും, അല്ലെങ്കിൽ അലക്കും, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. 9:30 അവർ റീഡിംഗ് ആണ്. അവർ തന്നെ പ്രത്യേകിച്ചും AA
ആൽക്കഹോളിക് അനോണിമസ് ഗ്രൂപ്പുമായി ഞങ്ങൾ ഒത്തിരിയേറെ സപ്പോർട്ട് പോയി ചെയ്യുന്നത് കൊണ്ട് ആ ബുക്സാണ് അവർക്ക് റീഡിങ്ങിനായി ഞങ്ങൾ വെക്കാറുള്ളത്. ശേഷം 10 മണി തൊട്ട് 11:30 വരെ ക്ലാസ് ഉണ്ട്. 11 മണിക്കൊരു കാപ്പിയുണ്ട്. 11:30 തൊട്ട് 1 മണി വരെ അവർക്ക് വീണ്ടും ഒരു ക്ലാസ് ഉണ്ട്. ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണം. ശേഷം 2:30 തൊട്ട് 3 മണി വരെ അവർക്ക് റീഡിംഗ് ഉണ്ട്. വിശ്രമത്തിന് ശേഷം ആണ് ഈ റീഡിങ്. 3 തൊട്ട് 4 വരെ അവർക്ക് ഒരുപക്ഷെ ക്ലാസ് ആയിരിക്കാം, ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിരിക്കാം, ഗ്രൂപ്പ് തെറാപ്പി ആയിരിക്കാം, അല്ലെങ്കിൽ ടെലിഫിലിം എന്തെങ്കിലും കാണിക്കും അവരെ. 4 മണിക്ക് അവർക്ക് കാപ്പി. ശേഷം അവരുടെ റിലാക്സേഷൻ, അവരുടേതായ ചില കാര്യങ്ങൾ അവർ ചെയ്യും. എല്ലാ ദിവസവും വൈകുന്നേരം 5:30 മുതൽ 6 മണി വരെ അവരെ പുറത്തിറക്കി ശുദ്ധവായു ശ്വസിക്കുവാനും, അതുപോലെ തന്നെ അവരെ ക്രിക്കറ്റ് കളിക്കും, ഷട്ടിൽ കളിക്കും, മറ്റു കൊച്ചു കാര്യങ്ങളും കൊച്ചു വർത്തമാനവും ഒക്കെ ആയിട്ട് അവർ എൻജോയ് ചെയ്ത് കയറിപ്പോകുന്ന അനുഭവമുണ്ട്. ശേഷം അവർക്ക് 7 തൊട്ട് 8 വരെ പ്രെയറുണ്ട്. എല്ലാ മതസ്ഥരും ഒരുമിച്ചിരുന്ന് പ്രെയർ നടത്താറുണ്ട്. ശേഷം അത്താഴം. അതിനുശേഷം 8:30 മരുന്ന്. പിന്നീട് 9:30 വരെ അവർക്ക് TV കാണാം. ശേഷം അവർ ഉറങ്ങുവാനായി പോകുന്നു. ഇത്രയുമാണ് അവരുടെ ദിനചര്യ. ഞായറാഴ്ച ദിവസങ്ങളിൽ അവർക്ക് 3-ാം ഞായറാഴ്ച ഞങ്ങൾക്ക് AA മീറ്റിംഗ് ഉണ്ട്. അതായത് ആൽക്കഹോളിക് അനോണിമസ് ഗ്രൂപ്പിൻ്റെ ഒരുമിച്ചുള്ള ഗാദറിംഗ് ഉണ്ട്. ഇവിടുന്ന് ചികിത്സ കഴിഞ്ഞ് പോയവരുടെ. അല്ലാതെ എല്ലാ ഞായറാഴ്ചകളിലും അവർക്ക് ഫ്രീ ഡേ ആണ്. ആരംഭകാലത്ത് ഒരുപാട് ത്യാഗപൂർണമായ കഷ്ടപ്പാട് നിറഞ്ഞതായിരുന്നു. 2 രോഗികളെയും കൊണ്ടാണ് ഇവിടെ തുടങ്ങിയത്. എങ്കിലും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ അത് ഒന്നിനൊന്ന് വളർന്നു. അതിൻ്റെ പിന്നിൽ ഏറ്റവും വലിയ ദൈവാനുഗ്രഹത്തോടു കൂടി പ്രവർത്തിച്ച സിസ്റ്ററുടെ കാരുണ്യമാണ്. അതിൻ്റെ ആ പ്രവർത്തന ഫലമായിട്ട് ഞങ്ങൾ പെട്ടെന്ന് പുരോഗതിയിലേക്ക്, ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും ഉണ്ടായിരുന്നെങ്കിലും ഒരുപാട് മേലധികാരികളുടെ, അതായത് കോൺഗ്രിഗേഷൻ്റെ ഒക്കെ സഹായത്തോടു കൂടി ഞങ്ങൾ അത് പുരോഗമിച്ചു വന്നു. അപ്പം ഒരുപാട് പ്രസിദ്ധിയായി. അങ്ങനെ ധാരാളം രോഗികൾ വരാൻ തോന്നി. ഒത്തിരി നല്ല ഫലമുണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അങ്ങനെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാക്കി മാറ്റാൻ പറ്റിയതിന് അതിനുവേണ്ടി ഒരുപാട് സഭയിലുള്ള തന്നെ വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും ഒക്കെ സേവനവും സഹകരണവും ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഞങ്ങൾ തുടങ്ങുമ്പോൾ നല്ല അർപ്പണബോധത്തോടു കൂടിയിട്ടുള്ള ഞങ്ങളുടെ സ്റ്റാഫിലെ സിസ്റ്റേഴ്സും മറ്റ് ഉള്ള ആളുകളും സഹകരിച്ച് പ്രവർത്തിച്ചപ്പോഴാണ് ഈ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞത്. ഇന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും, കേരളത്തിലെ ഏറ്റവും നല്ല ഒരു സ്ഥാപനമാക്കി ഇതിനെ വളർത്തി ഉയർത്തി കൊണ്ടുവരാൻ സാധിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ അതിൽ ഞങ്ങളൊക്കെ എപ്പോഴും എടുത്തു പറയുന്നത് സിസ്റ്ററുടെ കർമ്മനിരതമായ ആ പ്രവർത്തനമാണ്. എല്ലാവരും, ആരെയും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട, ഉപേക്ഷിക്കപ്പെട്ട ഈ പാവപ്പെട്ട മദ്യപാനികളെ അവരോട് കാരുണ്യത്തിൻ്റെ തോടുള്ള പെരുമാറ്റമാണ് ഇങ്ങോട്ട് ഇത്തരം രോഗികളെ കൂടുതൽ ആകർഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇത്തരം ഒരു പുരോഗതി കൈവരിക്കാൻ സാധിച്ചത്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പോലും ഞങ്ങൾക്ക് ഇത്തര പ്രശംസനീയമായ നിലയിൽ ഇത് വന്നപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് പോലും ഒത്തിരി സഹകരണവും സഹായവും ഒക്കെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ നന്നായി പഠിക്കുന്നു. ഇന്നിപ്പോഴേ ഇവിടെ ഞങ്ങൾക്ക് ധാരാളം രോഗികളുണ്ട്. എല്ലാവരും അവരെ മറ്റേതൊരു സ്ഥാപനത്തെക്കാൾ കൂടുതലായിട്ട് ഈ സ്ഥാപനത്തെയും പ്രത്യേകിച്ച് സിസ്റ്ററെയും അവരാദരവോടുകൂടി കാണുന്നു, സ്നേഹിക്കുന്നു. പലപ്പോഴും താല്പര്യമില്ലാത്ത വ്യക്തികൾ കടന്നു വരുമ്പോൾ വയലൻ്റ് ആകാറുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക? അങ്ങനെയുള്ള വ്യക്തികളോടുള്ള സമീപനം എങ്ങനെയാണ്? അവർ ഓൾറെഡി മദ്യാസക്തിക്ക് അടിമപ്പെട്ട് വീട്ടിലും പ്രശ്നങ്ങളുണ്ടാക്കി മറ്റ് സ്ഥലങ്ങളിലും പ്രശ്നങ്ങളുണ്ടാക്കിയാണല്ലോ കടന്നു വരുന്നത്. അപ്പോൾ രോഗികളാണെന്നുള്ള ധാരണ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അവർ വയലൻ്റ് ആകാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ആ രീതിയിലുള്ള സമീപനമാണ് ഞങ്ങൾക്ക് സ്റ്റാഫ് അംഗങ്ങൾക്ക്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. അവരോട് കൂടുതൽ കരുണയോടുകൂടി കരുതലോടുകൂടി പെരുമാറുന്ന അനുഭവമുള്ളത്. ചില അവസരങ്ങളിലൊക്കെ ഫിസിക്കലി അവർ വളരെ വീക്കായിട്ട് വരും. അവർക്ക് ചിലപ്പോൾ ചോറൊക്കെ അരച്ച് കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ വായിലൊഴിച്ച് കൊടുക്കേണ്ട അവസ്ഥകളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സ്റ്റാഫുകളൊക്കെ സ്വന്തം വീട്ടിൽ കെയർ ചെയ്യുന്നതിനേക്കാൾ നന്നായിട്ട് അവരെ കെയർ ചെയ്ത് അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കൂടാതെ അവർ ചികിത്സയ്ക്കായി കടന്നു വരുമ്പോൾ ചിലപ്പോഴൊക്കെ വയലൻ്റായി വലിയ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കും.
ഞാൻ ഓർക്കുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട സംഭവം, ഒരാൾ ഒരു 4 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ ബാത്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അദ്ദേഹത്തെ ബാത്റൂമിൽ പോയിട്ട് വരേണ്ട സമയം കഴിഞ്ഞിട്ടും കാണാതെ ചെന്നപ്പോഴേക്കും അദ്ദേഹം ബാത്റൂമിൽ കഴുത്തെല്ലാം മുറിച്ച് കൈയൊക്കെ മുറിച്ച് ബ്ലഡിൽ കുളിച്ച് കിടക്കുന്ന രംഗമാണ് കണ്ടത്. അപ്പോൾ അദ്ദേഹത്തെ പെട്ടെന്ന് തോർത്തിട്ട് കെട്ടി ആംബുലൻസിലാക്കി മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. ഇവിടെ നിന്ന് ചികിത്സ കഴിഞ്ഞ് പോയവർ അവിടെ സെക്യൂരിറ്റി ആയിട്ട് നിന്നിട്ടുള്ളത് കൊണ്ട് ആ സമയത്ത് ഡോക്ടേഴ്സിനൊക്കെ സഹായത്തോടുകൂടി ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. എങ്കിലും മറ്റു പല മീഡിയാസും നമ്മളെ അന്വേഷിച്ചു വന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ മീഡിയാസൊക്കെ അന്വേഷിച്ചു വന്നു ക്രൈമിലൊക്കെ വരുവാൻ വേണ്ടി. എങ്കിലും ദൈവസഹായത്തിൽ അതിനെയൊക്കെ തരണം ചെയ്യുവാനും ധീരതയോടുകൂടി അതിനെ തരണം ചെയ്യുവാനും കുറച്ചുകൂടി ഊർജ്ജസ്വലമായിട്ട് കെയർഫുള്ളായിട്ട് ഇവരെ കൈകാര്യം ചെയ്യുവാനും സ്ഥാപനത്തിൽ അതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ക്രമീകരിക്കുവാനും സാധിച്ചു എന്നത് ഞങ്ങളുടെ വലിയ നേട്ടമാണ്. 9 വർഷം മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ മദ്യപാനികൾക്കെതിരെ ഒരു സാന്ത്വന എന്ന പേരിൽ ഒരു ചികിത്സാ കേന്ദ്രം ആരംഭിക്കുന്ന വിവരം അറിഞ്ഞ അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഈ നാട്ടിൽ ഒത്തിരി മദ്യപാനം വഴി ഒത്തിരി കുടുംബ ബന്ധങ്ങൾ തകർന്ന കുടുംബങ്ങളും ഉണ്ടായിരുന്നു. അവർക്കൊരു ആശ്വാസമായി സാന്ത്വന എന്ന ഈ സ്ഥാപനം വരും എന്നറിഞ്ഞതിൽ അന്ന് മുതലേ ഒത്തിരി സന്തോഷത്തോടെ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. എർസിന സിസ്റ്ററിൻ്റെ പ്രവർത്തനങ്ങളാണ് ഈ സ്ഥാപനത്തെ ഏറ്റവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കാരണം ഈ സ്ഥാപനത്തിൻ്റെ തുടക്കം മുതൽ എല്ലാ ചലനങ്ങളിലും ആരംഭഘട്ടം മുതൽ ഇന്ന് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും എർസിന സിസ്റ്ററിൻ്റെ ഓരോരോ കാര്യങ്ങൾ പ്രവർത്തിച്ചു വന്നതിന് ദൃക്സാക്ഷിയാണ് ഞാൻ. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ടും ഈ സ്ഥാപനത്തിൻ്റെ തുടക്കം മുതൽ എല്ലാ കാര്യങ്ങളിലും ഒരു സജീവമായി സഹായത്തിന് ആവശ്യമുള്ള സന്ദർഭങ്ങളിലെല്ലാം ഓടിയെത്തുന്ന ഒരു വ്യക്തിയുമായിരുന്നു ഞാൻ. എന്നതുകൊണ്ട് തന്നെ എർസിന സിസ്റ്റർ എന്ന വ്യക്തിത്വത്തിൻ്റെ പേരിലാണ് ഈ സ്ഥാപനം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഒരു ഉറച്ച സത്യമാണ്. മറ്റൊരു ഡയറക്ടർക്കും ഇത് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതല്ല, എർസിന സിസ്റ്ററിന് സാധിക്കുന്നത് പോലെ ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ മറ്റൊരാൾക്ക് സാധിക്കുമെന്ന് സംശയിക്കുന്ന രീതിയിൽ അത്രമാത്രം കൃത്യമായ പെരുമാറ്റവും സ്നേഹവാത്സല്യത്തോടെ കരുതലോടെ സിസ്റ്റർ രോഗികളോടുള്ള സമീപനവും സമൂഹത്തോടും ഉള്ള സമീപനവും ഈ നാടിന് തന്നെ ഒരു അഭിമാന സ്ഥാപനമായി ഇതിനെ വളർത്തിയിരിക്കുന്നു. സ്ഥാപനത്തിൻ്റെ ഓരോ വർഷത്തിലും വാർഷിക യോഗങ്ങൾ സംഘടിപ്പിക്കുകയും സ്ഥാപനത്തിൻ്റെ അനുഭവമായ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും കൂട്ടിച്ചേർക്കപ്പെടുകയും അതിനാവശ്യമുള്ള എല്ലാവിധ അധികാരികളോടും മറ്റുള്ള പൊതുജനത്തോടും ഏറ്റവും സ്നേഹത്തോടെ പെരുമാറുകയും സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ ഒരു ശക്തിയായി ഇന്ന് നിലനിൽക്കുന്ന എർസിന സിസ്റ്ററിന് ഈ നാടിൻ്റെ പേരിൽ ഞങ്ങൾ ഒത്തിരി നന്ദി പറയുകയും അഭിമാനത്തോടെ ഈ സ്ഥാപനത്തെ ഞങ്ങളുടെ നാട്ടിൽ ഉയർത്തിക്കൊണ്ടുവന്ന സിസ്റ്ററിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ഊർജവും ശക്തിയും പ്രാർത്ഥനയും നേരുകയും ചെയ്യുന്നു. ഒരു ചികിത്സാലയം എന്ന നിലയിൽ ആ പ്രവർത്തനങ്ങൾ ആ ചികിത്സാലയത്തിൽ മാത്രം ഒതുങ്ങിക്കൂടുകയാണോ? അല്ലാതെ പൊതുസമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് ചികിത്സാലയത്തിന് സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ ഇവിടുന്ന് ചികിത്സ കഴിഞ്ഞിട്ട് ഇവർ പോകുമ്പോൾ ഈ എ ഗ്രൂപ്പുമായിട്ട് ഞങ്ങൾ ക്ലബ് ചെയ്തിട്ടാണ് പ്രവർത്തിക്കുന്നത്. കാരണം ഇവിടെ നിന്ന് ഒരു 40 to 60% മാത്രമേ രക്ഷപ്പെടുന്നുള്ളൂ. ബാക്കി ഗ്രൂപ്പിലൂടെയും കുടുംബത്തിലുള്ള സന്തോഷകരമായ ജീവിതത്തിലൂടെ മാത്രമേ ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. മറിച്ച് എനിക്ക് തോന്നുന്നു, അതിനോടൊപ്പം തന്നെ തോന്നുന്നു, എ ഗ്രൂപ്പിലൂടെ മാത്രം രക്ഷപ്പെട്ടാലും ഒത്തിരി പേര് കൗൺസിലിങ്ങിലും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇവിടെ വരാറുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെ വേർതിരിക്കാൻ പറ്റാത്ത ഒന്നാണ് ചികിത്സയും എ ഗ്രൂപ്പുമായിട്ടുള്ള ബന്ധവും. ഇങ്ങനെ മാത്രമേ ഒരു വ്യക്തിക്ക് സമഗ്രമായിട്ട് ഉയർച്ചയിലൂടെ സമഗ്ര വ്യക്തിത്വം അവർക്ക് ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് ഫോളോ അപ്പിലൂടെ കുറേയൊക്കെ സാധിക്കും. ഈ ഫോളോ അപ്പ് ഞങ്ങൾ നടത്തുന്നു. കൂടാതെ അവർക്ക് ഇവിടെ രോഗികൾ ഇവിടെ ചികിത്സയിലുള്ളപ്പോൾ അവരുടെ ഭാര്യമാരെ വിളിച്ച് അവർ ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാ ആഴ്ചയും വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഇവർക്ക് മീറ്റിംഗ് ഗാദറിങ് വെക്കാറുണ്ട്. കൂടാതെ എല്ലാ മാസവും മന്ത്ലി മീറ്റിംഗ് 3rd സൺഡേ ഉച്ച കഴിഞ്ഞ് 2 മണിക്കൂടെ വെക്കാറുണ്ട്. അതിലേക്ക് ഒത്തിരി പേർ സഹകരിക്കുകയും ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും സെപ്പറേറ്റ് ഗ്രൂപ്പുകൾ, ഗ്രൂപ്പും അലലോൺ ഗ്രൂപ്പും, ഭാര്യമാരുടെ കൂട്ടായ്മയാണ് അലലോൺ ഗ്രൂപ്പ്.
അവിടെ അവർ എല്ലാം പങ്കുവെച്ച് ഷെയർ ചെയ്ത് അവരുടെ നല്ലൊരു ഉന്മേഷത്തോടു കൂടിയാണ് അവർ കടന്നു പോകുന്നത്. കൂടാതെ ഹോം വിസിറ്റ് നടത്താറുണ്ട്. കൂടാതെ മറ്റ് ഇവർക്ക് ന്യൂ ഇയർ പ്രോഗ്രാം നടത്താറുണ്ട്. ഇവരുടെ കുടുംബസംഗമം എല്ലാവരും തങ്ങളുടേതായ ചില പ്രോഗ്രാം കൊണ്ടുവന്ന് വൈകുന്നേരം 6 മണിക്ക് ഒരു ടോക്കോട് കൂടി ഒരു അവയർനെസ് ബിൽഡിംഗ് പ്രോഗ്രാമിനോട് കൂടി ആരംഭിച്ച് അവർ തന്നെ കുറേ പ്രോഗ്രാമൊക്കെ നടത്തി വെളുപ്പിന് 3-3:30 വരെ നല്ല പ്രോഗ്രാം കാഴ്ചവെച്ചുകൊണ്ട് അവർ കുടുംബസംഗമം നന്നായി എൻജോയ് ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ ചിലപ്പോഴൊക്കെ ചില അവസരങ്ങളിൽ ഞങ്ങൾ 3-4 മാസം കൂടുമ്പോൾ എല്ലാവരെയും വിളിച്ചു കൂട്ടി അവർക്കൊരു ആത്മീയ ഉണർവുണ്ടാകത്തക്ക രീതിയിലുള്ള ക്ലാസ്സുകളും മറ്റു പരിപാടികളും സംഘടിപ്പിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്ക് ഞങ്ങൾ മറ്റ് സ്കൂളുകളിൽ പോയി പേരൻസിനും കുട്ടികൾക്കുമൊക്കെ ക്ലാസ് എടുക്കാറുണ്ട്. മറ്റ് ഗ്രാമപഞ്ചായത്തുകളിലും വാർഡുകളിലും അംഗനവാടിയിലും മറ്റ് യൂത്തിനും അമ്മമാർക്കുമൊക്കെ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. സ്വാന്തന ഡി അഡിക്ഷൻ സെൻ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും സിസ്റ്റർ എൽസീനായാണ്. തൻ്റെ പഠന കാലഘട്ടത്തിൽ അന്നത്തെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായ സിസ്റ്റർ മേരി തെക്കേൽ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുന്നതിനുള്ള കരുത്തും പ്രചോദനവും നൽകി സിസ്റ്റർ എൽസീനായെ നയിച്ചിരുന്നു. സിസ്റ്റർ എൽസീനായുടെ MSW പഠനത്തിന് ശേഷം തലശ്ശേരിയിലുള്ള പ്രതീക്ഷ എന്ന ഡി അഡിക്ഷൻ സെൻ്ററിൽ ഏകദേശം 2 വർഷത്തോളം പരിശീലനം ലഭിക്കുന്നതിനായിട്ടും ബഹുമാനപ്പെട്ട തൈത്തോട്ടത്തിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ വേണ്ട ക്രമീകരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ആ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നതിനും എൽസീനായ്ക്ക് സാധിച്ചു. ഇത് ഈ സ്ഥാപനത്തിൻ്റെ തുടക്കത്തിന് ഒരു കാരണമായി. അതിനുശേഷം കൂടിയ പ്രത്യേകിച്ച് 2007 ആ വർഷങ്ങളിൽ കൂടിയ പ്രൊവിൻഷ്യൽ സിനാക്സിസ് ഇങ്ങനെ ഒരു ആഗ്രഹം ഉന്നയിക്കുകയും സിനാക്സിസ് ഏകകണ്ഠമായി ഒരു മദ്യവിമുക്ത ചികിത്സാലയം നമ്മുടെ പ്രോവിൻസിൻ്റെ നാമത്തിൽ ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെയാണ് സ്വാന്തന ഡി അഡിക്ഷൻ സെൻ്റർ ജന്മമെടുത്തത്. ഇതിന് നേതൃത്വം വഹിച്ചത് അന്നത്തെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായ സിസ്റ്റർ ജോണസ് ആണ്. സിസ്റ്റർ ജോണസ് തൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് ഇതിനെ വളർത്തുന്നതിനും മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിനും ഭഗീരഥ യജ്ഞം നടത്തി. അതിനുശേഷം വീണ്ടും ഡി അഡിക്ഷൻ സെൻ്റർ വളരെ നന്നായി പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. ഏകദേശം 5000-ഓളം മദ്യപാനികളും അവരുടെ കുടുംബവും ഇവിടെ ചികിത്സ തേടി എത്തിയിട്ടുണ്ട്. അവർക്കെല്ലാം ഒരു സ്വാന്തനമായി ഈ സ്വാന്തന നിലകൊള്ളുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ഇന്നത്തെ സ്ഥിതിയിൽ ഈ സ്ഥാപനം വളരുന്നതിനും അതിന് വേണ്ടത്ര നവീകരണങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കുന്നതിനും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ചികിത്സകളൊക്കെ നന്നായി നടത്തുന്നുള്ള സംവിധാനങ്ങൾ ക്രമീകരിക്കുന്നതിനും മുൻ പ്രൊവിൻഷ്യലായ സിസ്റ്റർ എൽസി അഗസ്റ്റിൻ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവരെ എല്ലാവരെയും നന്ദിപൂർവ്വം ഓർക്കുകയും നന്മകൾ നേരുകയും ചെയ്യുന്നു. ഇന്നത്തെ പ്രൊവിൻഷ്യൽ ടീമും വളരെ കരുതലോടെ കാവലോടെ പ്രാർത്ഥനയോടെ ഡി അഡിക്ഷൻ സെൻ്ററിൻ്റെ വളർച്ചയിൽ വളരെ ശക്തമായി സഹായിക്കുകയും അതിന് വേണ്ടത്ര എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. സിസ്റ്റർ എൽസീനായെ പറ്റി ഓർക്കുമ്പോൾ ഒത്തിരിയേറെ സന്തോഷമാണ് എൻ്റെ മനസ്സിലുള്ളത്. പഠനകാലങ്ങളിൽ തന്നെ വളരെ ചുറുചുറുക്കും നല്ല പക്വതയോടുള്ള പെരുമാറ്റവുമെല്ലാം എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മിക്കത്തക്ക വിധത്തിൽ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. നല്ലൊരു കത്തോലിക്ക കുടുംബത്തിൽ ജനിക്കുകയും അതുപോലെ നല്ലൊരു കത്തോലിക്ക വിശ്വാസത്തിൽ വളരുന്നതിനുമൊക്കെ സിസ്റ്റർ എൽസീനായ്ക്ക് സാധിച്ചിട്ടുണ്ട്. എൽസീനായുടെ പഠനവും പരിശീലനവുമെല്ലാം പൂർത്തിയാക്കി പ്രത്യേകിച്ച് ഈ കരുണാർദ്ര സ്നേഹം കാണിച്ചു കൊടുക്കുവാനുള്ള ഏറ്റവും മറ്റുള്ളവർക്ക് അനുഭവിക്കുവാനുള്ള ഏറ്റവും നല്ല ഒരു രംഗമായി ഈ മദ്യവിമുക്ത ചികിത്സാലയത്തെ ഞങ്ങൾ കാണുകയാണ്. നല്ല നേതൃത്വത്തോടെ ആ സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കുന്നതിനുള്ള എല്ലാ ഭരണപാഠവും സിസ്റ്റർ എൽസീനായ്ക്കുണ്ട്. എല്ലാവരോടും വളരെ സൗഹൃദമായി ഇടപെടുന്നതിനും പ്രത്യേകിച്ച് ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു വേദിയായി എന്നും എൻ്റെ ജീവിതം നിലകൊള്ളണമെന്നുള്ള ആഗ്രഹവും സിസ്റ്റർ എൽസീനായ്ക്ക് ഉണ്ട്. ഇതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ മനുഷ്യസ്നേഹവും ദൈവസ്നേഹവും കോർത്തിണക്കി
എല്ലാവരെയും, പ്രത്യേകിച്ച് മദ്യത്തിന് അടിമകളായവരെ, ലഹരികൾക്ക് അടിമകളായിട്ടുള്ളവരെ രക്ഷിക്കണമെന്നുള്ള ഒരു തീവ്രമായ പ്രചോദനം എപ്പോഴും ആ മനസ്സിൽ ഒരു ഉൾക്കരുത്തായി നിൽക്കുന്നുണ്ട്. പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നേരിടുന്നതിനും അതിനെ അതിജീവിക്കുന്നതിനുള്ള കഴിവും സിസ്റ്റർ എൽസീനായിൽ നിക്ഷിപ്തമായിട്ടുണ്ട്. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ അവിടെ 15 സ്റ്റാഫ് അംഗങ്ങളുണ്ട്. അതിൽ 3 പേർ സിസ്റ്റേഴ്സാണ്. ഇന്ന് ആ സ്ഥാപനം വളരെ നല്ല രീതിയിൽ സിസ്റ്റർ വിമലയോടും സിസ്റ്റർ റാണിറ്റിയോടും ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഒരു കരുത്തായി തിരുഹൃദയ സന്യാസിനി സമൂഹത്തിൻ്റെ ഒരു ശക്തിയായിട്ട്, പ്രത്യേകിച്ച് പാവപ്പെട്ടവരും മദ്യത്തിന് അടിമപ്പെട്ടവരെയും ഒത്തൊരുമിപ്പിക്കുന്നതിനും അവർക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിനും എൽസീന അതീവമായി ശ്രദ്ധിക്കുന്നുണ്ട്. വെല്ലുവിളികൾ നിറഞ്ഞ ഈ ഒരു ജീവിതം നയിക്കുമ്പോൾ, പ്രധാനമായിട്ട് മദ്യപാനികൾക്ക് വേണ്ടിയിട്ട് ഒരു ചികിത്സാലയം നടത്തുമ്പോൾ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥന സിസ്റ്ററിനെ എത്രമാത്രം സഹായിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും വിശുദ്ധ കുർബാനയിൽ നിന്നാണ് എനിക്ക് ആ ശക്തി മുഴുവൻ ലഭിക്കുന്നത്. എൻ്റെ സ്വന്തം ബ്രദേഴ്സ് 2 അച്ഛന്മാരുണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. അവരെനിക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ വളരെ സ്നേഹത്തോടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ചെറുപ്പത്തിൽ തന്നെ, സിസ്റ്ററായ ഘട്ടത്തിൽ തന്നെ അത് ഞാൻ ഇന്നും അനുവർത്തിച്ച് പോകാറുണ്ട്. പ്രത്യേകിച്ച് ഈ സ്ഥാപനമൊക്കെ തുടങ്ങിയപ്പോൾ വലിയ സപ്പോർട്ടായിരുന്നു. കൂടാതെ മറ്റു വൈദികരും എൻ്റെ കൂടെയുള്ള ജ്യേഷ്ഠ സഹോദരങ്ങളുമൊക്കെ ഒത്തിരിയേറെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്നിരുന്നു. കൂടാതെ ഈ ചികിത്സാലയം മുന്നോട്ട് പോകണമെങ്കിൽ ഈശോ കൈപിടിച്ച് നടത്താതെ മുന്നോട്ട് പോകില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം തമ്പുരാൻ്റെ കയ്യൊപ്പോടുകൂടി, തമ്പുരാൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ വിടർന്നു വീണ ഒരു പുഷ്പമായിട്ടാണ് ഞാൻ ഈ സാന്ത്വനയെ കാണുന്നത്. അപ്പോൾ എപ്പോഴും ഈശോയെ കൂട്ടുപിടിച്ചുകൊണ്ട് പോകുന്നൊരു അനുഭവമാണ് എനിക്കുള്ളത്. എന്തെങ്കിലും ഞാൻ ഈശോയോട് കൂടെ അല്ലാതെ ഇവിടെ ഒരു കൗൺസിലിംഗിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പരാജയപ്പെട്ടു പോയ ഒരനുഭവമാണുള്ളത്. അതുകൊണ്ട് എപ്പോഴും ഒരു ദൈവസാന്നിധ്യ സ്മരണയോടുകൂടിയാണ് ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ ദൈവവുമായിട്ടുള്ള ആഴമായ ബന്ധം കൊണ്ട് മാത്രമാണ് ഈ സ്ഥാപനത്തെ ഇത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് സഹകരിച്ച് പോകാനും സാധിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൂടാതെ എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിലുമൊക്കെ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഈ ഒത്തിരിയേറെ പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെയൊക്കെ തരണം ചെയ്യാൻ കിട്ടുന്നതും ഈ പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയും ഞങ്ങളുടെ സമൂഹ പ്രാർത്ഥനയും സമൂഹ ജീവിതവും ഒക്കെയാണ്. ഇനിയുള്ള സിസ്റ്ററിൻ്റെ സ്വപ്നം എന്താണ്? ഇപ്പോൾ 9 വർഷം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. 10ാം വാർഷികം കുറച്ചും കൂടി വിപുലമായി, അതായത് കുറച്ചും കൂടി ജനങ്ങളിലേക്ക്, ഇവിടുത്തെ സത്യത്തിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ രോഗികളെക്കുറിച്ചുള്ള ഇവിടെ ഒരു ചികിത്സാലയം ഉണ്ടെന്നുള്ള അറിവ് ഞങ്ങൾക്ക് ഒരു പബ്ലിസിറ്റിയും ഇല്ല. ഞങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ് അവിടെ വരുന്നു പോകുന്ന രോഗികളാണ്. ആ രോഗികൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് അവർ വഴിയാണ് ഇവിടെ രോഗികൾ ചികിത്സയ്ക്കായി വരുന്നത്. അപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ രോഗികളൊക്കെ ചികിത്സയിലുള്ള സ്ഥലങ്ങളിൽ അവിടെയുള്ള സെൻറ്ററുകൾ, അവിടെയുള്ള ചിലപ്പം പള്ളിയായിരിക്കാം, പള്ളിക്കൂടമായിരിക്കാം, മറ്റു സ്ഥാപനങ്ങളായിരിക്കാം, അവരുമായി ക്ലബ്ബ് ചെയ്ത് എന്തെങ്കിലും നല്ല ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. കൂടാതെ മാനസിക വൈകല്യമുള്ള വ്യക്തികളെ ചികിത്സിക്കുന്ന അല്ലെങ്കിൽ അവർക്കൊരു റീഹാബിലിറ്റേഷൻ കൊടുക്കുന്ന ഒരു സെൻറ്ററും കൂടി ആക്കി മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്. കൂടാതെ റിലാപ്സ് ആയിട്ടുള്ള, പുനഃപതനം സംഭവിച്ചിട്ടുള്ള രോഗികളെ ഞങ്ങൾ രണ്ടാമതെടുത്ത് ചികിത്സിക്കാറില്ല. പ്രത്യേകിച്ച് ഈ ചികിത്സാലയത്തിൽ നിന്ന് പോയിട്ട് വീണ്ടും ഇവിടെ ചികിത്സയ്ക്കായി വരുമ്പോൾ ഞങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കാറില്ല. വേറെ സെൻറ്ററുകളിലേക്ക് റെഫർ ചെയ്ത് വിടുകയേ ചെയ്യാറുള്ളൂ. അങ്ങനെയുള്ള അതുകൊണ്ട് അതൊരു മനസ്സിനൊരു വിഷമമാണ് സത്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞങ്ങൾക്ക് വേറെ ബിൽഡിംഗ് സ്ട്രക്ചറൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അപ്രകാരം ഒരു പദ്ധതി ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് നല്ലൊരു കെട്ടിടമുണ്ടാക്കി റിലാപ്സിനെ കൂടി ചികിത്സിച്ച് അവരെയും കൂടി ഒരു സമഗ്ര വിമോചനത്തിലേക്ക് കയറ്റണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇത്രയും സമയം ശാലോം TV പ്രേക്ഷകർക്കായിട്ട് സിസ്റ്ററിൻ്റെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചും അതുപോലെ തന്നെ ചികിത്സാ രീതികളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ പറഞ്ഞു തന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇനിയുള്ള ആ ഒരു നല്ല ജീവിതത്തിൽ സിസ്റ്ററിനും അതുപോലെ തന്നെ സിസ്റ്ററിൻ്റെ പ്രവർത്തനങ്ങൾക്കും ദൈവത്തിൻ്റെ എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സിസ്റ്ററിന് പ്രത്യേകം നന്ദി പറയുന്നു.